നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോകളിൽ ഞാൻ അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യം മുഹമ്മദ് റിയാസിനെതിരെ ഒരു പക്ഷവും എൻ ഷംസീറിനെതിരെ മറ്റൊരു പക്ഷവും CPM-നുള്ളിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല പാർട്ടി നേതാക്കളും അനുഭാവികളും വരെ വെറുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത തവണയും അധികാരം തൻ്റെ കുടുംബത്തിൽ തന്നെ നിലനിർത്താൻ പിണറായി വിജയൻ കണ്ടിട്ടുള്ള ഒരു വഴിയാണ് അടുത്ത തവണ ന്യൂനപക്ഷത്തിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി. അതിനായി പിണറായി വിജയന്റെ വലം കൈയായ ജോൺ ബ്രിട്ടാസും ശിങ്കിടികളായ AK ബാലനും മുഹമ്മദ് റിയാസിന്റെ പേര് മുന്നോട്ട് വയ്ക്കുമ്പോൾ തോമസ് ഐസക്കും G സുധാകരനും അടക്കമുള്ള മറുപക്ഷം AN ഷംസീറിന്റെ പേരുയർത്തും. അടുത്ത തവണയും ഭരണം പിണറായിയുടെ കൈകളിലേക്ക് എത്തിയാൽ കേരളം മാത്രമല്ല പാർട്ടിയും തങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടി നേതാക്കളുമടക്കം നശിച്ച് നാമാവശേഷമാകുമെന്ന് തോമസ് ഐസക്കിനും G സുധാകരനും ഒക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും റിയാസിനെ പുറംതള്ളാൻ അവർ ശ്രമിക്കും. ഈയിടെയായി മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നു വരുന്ന പല അഴിമതി കഥകളും പുറത്താകുന്നതിന്റെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഈ വിഭാഗീയതയാണെന്നത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കണം. മുഹമ്മദ് റിയാസ് AN ഷംസീർ പോലെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഷംസീർ പോസ്റ്റ് ചെയ്ത കുറിപ്പ്. ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ചടങ്ങിൽ ഉമ്മൻചാണ്ടി എന്നൊരു നാമധേയം പോലും പിണറായി വിജയന്റെ വായിൽ നിന്ന് വീണില്ല. അതിൽ അത്ഭുതവുമില്ല. മനുഷ്യത്വവും നാണവും നാണക്കേടും മാനവും മാനക്കേടും എന്തിന് സാമാന്യ മര്യാദ പോലും എന്താണെന്നറിയാത്ത പിണറായി വിജയനിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിണറായി വിജയനും അടിമക്കമ്മികളും എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. പക്ഷേ AN ഷംസീർ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാനുള്ള മര്യാദ കാണിച്ചു. അതിന് അദ്ദേഹത്തോട് കേരളത്തിലെ മനസാക്ഷിയുള്ള ഓരോരുത്തരും കടപ്പെട്ടിരിക്കും. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്നാണ് ഷംസീർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഗൃഹാതുരമായ ഓർമ്മകളാണ് തനിക്കുണ്ടായത് എന്നും മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന പിതാവിന് അദ്ദേഹം ജോലി ചെയ്തിരുന്ന തുറമുഖങ്ങളിലേക്ക് കത്തെഴുതിയതിനെ കുറിച്ചുള്ള ഓർമ്മകളും ഷംസീർ കുറിപ്പിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഇന്ന് പുതിയ അധ്യായം ആരംഭിച്ചു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇതൊരു ചരിത്ര നിമിഷമാണ്. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് വലിയ നാഴികക്കല്ലായി മാറും. ഈ തുറമുഖം സംസ്ഥാനത്തിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ഇത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യത്തിന് കാരണമാകും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നാൾവഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ നേതൃത്വം പോർട്ടിന്റെ സാക്ഷാത്കാരത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു. ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയി. ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല. വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഭാവിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നുകാട്ടുന്നു. ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന് പുതിയ ഈടായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായതിൽ അതിയായ സന്തോഷം. എൻ്റെ ഉപ്പ ഒരു മർച്ചന്റ് നേവി ജീവനക്കാരനായിരുന്നു. ഏറെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ജോലി ചെയ്തിരുന്ന വിവിധ രാജ്യങ്ങളിലെ പോർട്ടുകളിലേക്ക് ഞാൻ കത്തുകൾ എഴുതുമായിരുന്നു. ഇന്ന് വിഴിഞ്ഞത്ത് പോയപ്പോൾ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ് എനിക്കുണ്ടായത്. ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ അഭിമാനം. ഇങ്ങനെയാണ് ഷംസീർ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ കുറിപ്പിൽ പിണറായി വിജയനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് അയാളെ പരിഹസിക്കുന്നതായി മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കാണൂ. ഒരുപക്ഷെ ഷംസീർ ഉദ്ദേശിച്ചതും ആ പരിഹാസം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തന്റെ കുറിപ്പിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചതിലൂടെ ഷംസീർ പിണറായിയുടെയും മരുമകന്റെയും ചെകിട്ടത്തടിക്കുകയാണ് ചെയ്തത്. 300 കോടിയോളം ആസ്തി വിലമതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട്ടെ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ഛത്തീസ്ഗഡ് ഔട്ട് റിസോഴ്സ് സർവീസിന് 20 കോടിക്ക് കൈമാറിയ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ സ്പീക്കർ AN ഷംസീർ പ്രതിപക്ഷത്തോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. 2 മാസം മുൻപ് നടന്ന ഇടപാട് ഇപ്പോൾ പുറത്തു വന്നതിലും വിവാദമായതിലും ഷംസീർ വിഭാഗത്തിന് പങ്കുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വർത്തമാനം. PSC കോഴ ഇടപാടിലും മുഹമ്മദ് റിയാസിന്റെ പങ്കിനെക്കുറിച്ച് ആരോപണമുണ്ട്. ഇങ്ങനെ മുഹമ്മദ് റിയാസിനെയും അതുവഴി പിണറായിയെയും എയറിലാക്കി പാർട്ടിക്കുള്ളിൽ ഇവർക്കുള്ള ആധിപത്യം തകർക്കാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് വിവരം. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതു തന്നെയാണ് പാർട്ടിക്കും സംസ്ഥാനത്തിനും. കാരണം CPM തകരണം എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിണറായിയോ മരുമകനോ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ അവസ്ഥ ഉത്തര കൊറിയയേക്കാൾ കഷ്ടത്തിലാകുമെന്നും ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുജനങ്ങൾക്കറിയാം.
എന്തായാലും ഷംസീറും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ചുവടുകൾ വയ്ക്കുന്നത് സൂക്ഷ്മതയോടെ തന്നെയാണ്. അതിന്റെ തെളിവുകളാണ് പലപ്പോഴായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.